ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു വലിയൊരു ആൻറ്റി നാർക്കോട്ടിക് ഡ്രൈവാണ്. പക്ഷെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ കണ്ണിൽ നമ്മൾ ഈ ഓപ്പറേഷൻ തൂഫാനെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? എന്തുകൊണ്ടായിരിക്കും ചില ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിർത്താൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് ചിലർ അതിനൊരു അടിമയായി പോകുന്നത്? അതെ, ഈ വിൽ പവറിൽ മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നതാണ് ഈ ശുദ്ധ പൊട്ടത്തരം. കാരണം വിൽ പവർ വേണം, അതിന് റോളില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ കൂടെ ഈ അഡിക്ഷൻ ഉള്ള ഒരാളിൽ അവരുടെ തലച്ചോറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഹേയ് ഗൈസ്, സൈക്കാട്രി ഡ്യൂയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ തന്നെ വളരെ വ്യാപകമായ എന്നാൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും എന്താണ് കാര്യം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. ഓപ്പറേഷൻ തൂഫാൻ. നമുക്കിപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഭയങ്കര റെലവൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. ഇപ്പം സോഷ്യൽ മീഡിയ ആണെങ്കിലും വാർത്തകളിലാണെങ്കിലും എല്ലായിടത്തും സജീവമാണ്. ഒരുപാട് ഡ്രഗ്സ് പിടിക്കപ്പെടുന്നു, ഒരുപാട് പേരെ പിടിക്കുന്നു, ഒരുപാട് സപ്ലയേഴ്സിനെ പിടിക്കുന്നു. അങ്ങനെ ലഹരിക്കെതിരായിട്ട് എല്ലാവരും പോരാടുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മളെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം പ്രധാനമായിട്ടും ഡ്രഗ്സിനെ പറ്റി മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യവശം മാത്രമാണ്. നമ്മളൊരിക്കൽ പോലും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് അവരെന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഇതുവരെ ആരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല. ഇപ്പം നീ ഉന്നയിച്ചതൊരു വളരെ പ്രധാനമുള്ളൊരു ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിന്ന് ഇവിടെ അതിനെപ്പറ്റി സംസാരിക്കാൻ തീരുമാനിച്ചത്. കാരണം നിയമം അതിൻ്റെ വഴിക്ക് നടക്കണം, ശരിയാണ്. ഡ്രഗ്സ് തെറ്റാണ്, അത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അത് വിൽക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അത് പോലീസ് പിടിക്കുകയും അതിനനുസരിച്ചുള്ള നിയമത്തിൻ്റെ വഴിക്ക് നടക്കുക തന്നെ ചെയ്യണം. പക്ഷെ ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മുടെ ഒ പിയിലേക്ക് വരുന്നത് ഈ ഡ്രഗ്സ് അല്ല, പകരം മനുഷ്യരാണ്. അവർക്ക് അവരുടേതായ കഥകളുണ്ട്, അവരുടെ കുടുംബത്തിൻ്റെ വേദനകളുണ്ട്. അപ്പോൾ ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ നമ്മളിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ ഒരു ഇമോഷണൽ വെയിറ്റ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇതിന് പിന്നാലെ പോകുന്നത്? ആ ഒരു സയൻസ്, അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതാണിപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സംഭാഷണം, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. പലപ്പോഴും നമ്മൾ ലഹരിയെ പറ്റി സംസാരിക്കുമ്പോൾ രണ്ടറ്റത്തേക്കാണ് പോവുക. ഒന്നല്ലെങ്കിൽ അതിൻ്റെ നിയമവശം, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷയെ പറ്റിയിട്ട്. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ ഒരു ലഹരി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന ആ ഒരു നിമിഷം അവരുടെ മനസ്സിൽ എന്താണ് പോകുന്നത്, എന്താണ് അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ? എന്തുകൊണ്ടായിരിക്കും ചില ആൾക്കാർക്ക് പൂർണ്ണമായിട്ടും ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിർത്താൻ പറ്റുന്നതും എന്തുകൊണ്ടാണ് ചിലർ അതിനൊരു അടിമയായി പോകുന്നത്? അപ്പം ഈ വക കാര്യങ്ങളാണ് ആക്ച്വലി ഭയങ്കരമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യവും. അതാണ് ഇന്ന് നമ്മൾ ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ളൊരു നിലയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പറേഷൻ തൂഫാൻ എന്താണെന്ന് തന്നെ അതിനെപ്പറ്റി പറഞ്ഞു തന്നെ തുടങ്ങാം. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു വലിയൊരു ആൻറ്റി നാർക്കോട്ടിക് ഡ്രൈവാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാനിൽ ബേസിക്കലി കേരള പോലീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പരിശോധനകളിലൂടെയും റെയ്ഡുകളിലൂടെയും മറ്റും ഈ മയക്കുമരുന്ന് ശൃംഖലകളെയും വിൽപ്പനക്കാരെയും ഒക്കെ പിടികൂടുന്നതാണ്. അപ്പോൾ അതിന് ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെ വലിയൊരു സ്വീകാര്യതയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. പക്ഷെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ കണ്ണിൽ നമ്മൾ ഈ ഓപ്പറേഷൻ തൂഫാനെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? ശരിയാ, ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അത് ലഹരിയുടെ വലിയ വലിയ ശൃംഖലകളെ കുറയ്ക്കാനും അങ്ങനത്തെ എന്താ പറയുക, അതിൻ്റെ ഒരു ഒഴുക്ക് കുറയ്ക്കാനും, ലഹരിയുടെ ഒഴുക്ക് കുറയ്ക്കാനൊക്കെ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പക്ഷേ നമ്മൾ സൈക്യാട്രിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒ പിയിലൊക്കെ വരുന്ന ആരും വെറുതെ ലഹരി കിട്ടിയത് കൊണ്ട് ഉപയോഗിച്ച് അഡിക്റ്റായി വന്നവരല്ല ആരും. അവർക്ക് ഓരോരുത്തർക്കും പറയാനായിട്ട് ഓരോരോ കഥകളുണ്ടാവും. ചിലപ്പോൾ അവരുടെ ഒറ്റപ്പെടലിൻ്റെ കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരുടെ സമ്മർദ്ദം മൂലമായിരിക്കാം, ഒരു പക്ഷേ കൗതുകം കൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ടാവും ഇതിൻ്റെ പിന്നിൽ. ഓപ്പറേഷൻ തൂഫാൻ പോലത്തെ പ്രോഗ്രാംസിന് ശരിക്കും അതിൻ്റെ ഈ ലഹരിയുടെ സപ്ലൈ കുറയ്ക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ ഡിമാൻഡ് ഉണ്ടാക്കുന്ന ഒട്ടനവധി കാരണങ്ങളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഈ ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം
കുറച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും, അതായത് സപ്ലൈ മാത്രം കുറച്ചത് കൊണ്ട് കാര്യമില്ല. ഡിമാൻഡ് കൂട്ടുന്ന കാര്യങ്ങളും നമ്മൾ കാര്യമായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു സൈഡിൽ നിന്ന് ഒരാൾ നിർത്തുമ്പോൾ തന്നെ വേറൊരാൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പകരക്കാരൻ വരാൻ സാധ്യതയുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ ഈ പ്രശ്നത്തെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ രണ്ട് രീതിയിൽ നോക്കിക്കാണേണ്ടത് അല്ലേ? അതായത് ഒരു വശം നിയമത്തിൻ്റെ വശവും, രണ്ടാമത്തത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സമൂഹം, കുടുംബം, ആരോഗ്യമേഖല, എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും കൂടെ ചേർന്ന് എടുക്കേണ്ട ഒരു വശം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡ്രഗ്സിന് പിന്നാലെ ആളുകൾ പോകുന്നത് എന്നുള്ളത്. ഈ രണ്ടാമത്തെ ചോദ്യം, ഈ ആദ്യത്തെ ചോദ്യം നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട് ഈ ഓപ്പറേഷൻ തൂഫാനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ രണ്ടാമത്തെ ചോദ്യം കുറച്ചുകൂടെ വളരെ കുറച്ച് പേർ മാത്രം ചോദിക്കുന്നൊരു ചോദ്യമാണത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഒരാൾ ഈ ലഹരിയിലേക്ക് അടിമപ്പെടുന്നത്, അല്ലെങ്കിൽ അത് തേടി പോകാനുള്ള ഒരു യാത്ര തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത്? ഗൗതമേ, നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് അവൻ കഞ്ചാവാണ്, അല്ലെങ്കിൽ അവൻ MDMA ആണ്, ഇങ്ങനെ പറഞ്ഞു തള്ളുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരു അവസാന അവസ്ഥയാണ് ശരിക്കും കാണിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാത്തിനും ഒരു തുടക്കമുണ്ടായിട്ടുണ്ടാവണം. അവർ ആരും എൻ്റെ OP-യിൽ ഇപ്പം പേഴ്സണലി നമ്മളൊക്കെ OP-യിൽ ഒരാൾ പോലും എങ്ങനെയാണ് തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അഡിക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയതെന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും ഇതിനൊക്കെ ഒരു തുടക്കാവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ലഹരി ഉപയോഗം തുടങ്ങിയതെന്നും അതിലേക്ക് നയിച്ചതെന്നുമുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ശരിക്കും അതിലേക്ക് നയിച്ചത് എന്താണെന്നുള്ളത്, ആ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തെ പൂർണ്ണമായിട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിപ്പം നീ പറഞ്ഞതിനോട് വളരെയധികം അംഗീകരിക്കുന്ന ഒരു പോയിന്റാണ്. അതെന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അതെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. പലപ്പോഴായിട്ടും ഈ ആദ്യമായിട്ടുള്ള ഉപയോഗം വരുന്നത്, നീ പറഞ്ഞ പോലെ ഇങ്ങനെ എനിക്ക് അഡിക്റ്റ് ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ നമ്മുടെ കൂട്ടുകാരുടെ ഒരു സമ്മർദ്ദം മൂലമാവാം, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നുള്ള പല വേദനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാവാം. എസ്കേപ്പിസം എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു ഭാഗമാണ്. ഈ ലഹരി ഉപയോഗങ്ങളിലൂടെ ജീവിതത്തിലെ വേദനകൾ മറക്കുക എന്നുള്ളത്. അതല്ലാതെ ഇപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൂലമാവാം. പലപ്പോഴായിട്ടും നമ്മൾ OP കാണാറുണ്ടല്ലോ, ഈ മദ്യപാനം ഒരു സെൽഫ് മെഡിക്കേഷൻ പോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഉറങ്ങാൻ വേണ്ടിയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാം മറന്ന് കുറച്ച് നേരം ഒന്ന് റിലീഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും. അപ്പോൾ അങ്ങനെ പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാരാണ് ഈ ലഹരി ഉപയോഗത്തിലേക്ക് എത്താൻ കൂടുതലായിട്ടും സാധ്യതയുള്ളത്. ചിലർക്ക് അത് വെറും ഒരു കൗതുകമായിരിക്കാം. ഞാൻ ഒറ്റ തവണ ഉപയോഗിച്ചാൽ ഇപ്പോൾ എന്ത് പറ്റാനാ, എനിക്കിതെപ്പോൾ വേണമെങ്കിലും നിർത്താൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിൽ എന്തെങ്കിലും ഒരു പാർട്ടിയോ പരിപാടിയോ വരുന്ന സമയത്ത് മാത്രമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഈ ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുള്ളവരിൽ അവരുണ്ടാക്കുന്ന കാരണങ്ങളാവാം, അതല്ലെങ്കിൽ സാഹചര്യങ്ങളാവാം. ഇതുപോലുള്ള കാരണങ്ങളാണ് സാധാരണയായിട്ട് ആദ്യമായിട്ടുള്ള ലഹരി ഉപയോഗത്തിലേക്ക് ആൾക്കാരെ തള്ളിവിടാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും മാതാപിതാക്കൾ പറയുക, എൻ്റെ മോൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം ഇത് പുറമേ നോക്കുമ്പോൾ ഇതൊരു പെട്ടെന്ന് നടന്നൊരു കാര്യമായിട്ട് തോന്നുകയാണെങ്കിലും ഇതിന് പിന്നിൽ ഒരുപാട് കാലത്തെ സംഭവങ്ങളുണ്ടാവും. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. അതൊക്കെ കാരണം തുടങ്ങി അതൊരു ശീലമാവുന്നത് പലപ്പോഴും അവർക്കൊരു ആ ഒരു സമയത്തേക്കുള്ളൊരു ആശ്വാസമോ അല്ലെങ്കിൽ ഒരു സുഖമോ കിട്ടുന്നത് കൊണ്ട് മാത്രമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ തുടങ്ങി വെച്ച് അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് പിന്നെ അത് തിരിച്ച് വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അഡിക്ഷനും ആദ്യമായിട്ടുള്ള ഉപയോഗവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ആദ്യമായിട്ടുള്ള ഉപയോഗത്തിലുള്ള എല്ലാവരും ഈ അഡിക്ഷനിലേക്ക് പോവില്ല. പക്ഷേ ഈ അഡിക്ഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള ഈ അപകട സാധ്യതകൾ കൂടുതലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് ഈ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പുകൾ. അതായത് ഇപ്പം കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഈ മാനസികാരോഗ്യ പ്രശ്നമുള്ളവർ, പിന്നെ ഈ എസ്കേപ്പിസത്തിന് വേണ്ടിയിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ, അവർക്കെല്ലാം ഒരു അഡിക്ഷനിലേക്ക് പോകാനുള്ള ഒരു വൾനറബിലിറ്റി അവരിലുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഈ അഡിക്ഷൻ്റെ ഒരു പ്രവണത അത് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം. കാരണം പലപ്പോഴും
അവരാണെങ്കിലും ആദ്യം തന്നെ വിചാരിക്കുന്നത് ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെ ആയിരിക്കും, വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പം ആ തൽക്കാലത്തേക്കുള്ള ആ ഒരു വേദനയും ടെൻഷനും ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിത് ഉപയോഗിക്കില്ല എന്നായിരിക്കും. പക്ഷേ അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും അതിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇവരിൽ വളരെ അധികമാണ്. അപ്പോൾ നമുക്ക് ഡ്രഗ്സ് വേണ്ട, അല്ലെങ്കിൽ അത് പ്രിവെൻഷൻ എന്നുള്ള ആ ഒരു ഭാഗത്തിൽ നമ്മൾ ഈ ഒരു അവബോധം കൂടെ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത് ലഹരി ഉപയോഗത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്നും അത് എന്തിലേക്കാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ അതിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു പ്രധാന സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിലുള്ള 10 പേര് എല്ലാവരും ഏതെങ്കിലും ഒരു ഉദാഹരണമാണ്, എല്ലാവരും ഏതെങ്കിലും ഒരു ലഹരി സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾക്കാരായിരിക്കും. പക്ഷേ ഇതിൽ കുറച്ച് പേര് അത് പിന്നെ അവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ചിലർ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ചിലരാണെങ്കിൽ അതിൽ പൂർണ്ണമായിട്ട് അഡിക്റ്റായി പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ നോക്കാം, ഒരേ സാഹചര്യമാണ്, ഒരേ കൂട്ടുകെട്ടിൽ അല്ലെങ്കിൽ ഒരേ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു 10 പേരാണിത്. അപ്പോൾ ഒരേ സാഹചര്യത്തിലുള്ള 10 പേരിൽ എന്തുകൊണ്ട് പല പല ഫലങ്ങൾ ഉണ്ടാകുന്നു, അത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വളരെ കൗതുകമുണർത്തുന്ന ഒരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ, അല്ലേ? ഒരേ ടൈപ്പ് ലഹരി ഒരു 10 പേര് ഇരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് വേറെ വേറെ ഫലങ്ങൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഈ ലഹരി എന്നതിലുപരി ഈ ലഹരിയും ഒരു മനുഷ്യനും അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതിനുള്ള പ്രാധാന്യം വരുന്നത് ഇവിടെയാണ്. കാരണം ഒരാളുടെ തലച്ചോറിൽ ആക്ട് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കില്ല ഇത് മറ്റൊരാളുടെ തലച്ചോറിൽ അതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. അതുപോലെ ഈ നമ്മൾ സിമിലർ ആയിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞു, പക്ഷെ എല്ലാവർക്കും ഒരിക്കലും ഒരുപോലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അതിൽ പലരും പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും. അവർക്ക് അതിൻ്റേതായ ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള ട്രോമകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങളോ, ഈ വിഷാദം അതുപോലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ഈ ADHD അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നമ്മൾ മനുഷ്യന്മാരെല്ലാം ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് നമ്മുടെ ബയോളജി തന്നെ നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഡ്രഗ്സുമായിട്ട് നമ്മുടെ ബോഡിക്ക് വരുന്ന ആ ഒരു ഇൻട്രാക്ഷൻ വളരെ വ്യത്യാസമുള്ളതായിരിക്കും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫലം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ്. ശരി. അപ്പം ഇത് വിൽ പവറിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടുകാരും അല്ലെങ്കിൽ സമൂഹമൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേണമെന്ന് വിചാരിച്ചാൽ, മനക്കരുത്തുണ്ടെങ്കിൽ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിർത്താനൊക്കെ പറ്റും, അല്ലെങ്കിൽ ഒരു വിചാരിക്കാഞ്ഞിട്ടാണെന്നുള്ള രീതിയിലാണ് പലപ്പോഴും മാതാപിതാക്കളും പിന്നെ കൊണ്ടുവരുന്ന ആൾക്കാർ പോലും കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർക്ക് ചിലപ്പോൾ നിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അത് പറ്റാത്തൊരവസ്ഥയായിട്ടായിരിക്കാം. അപ്പം ഇതൊരു പൂർണ്ണമായിട്ടും വിൽ പവർ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല. നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിന് പിന്നിൽ. അതെ, ഈ വിൽ പവറിൽ മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നതാണ് ഈ ശുദ്ധ പൊട്ടത്തരം. കാരണം വിൽ പവർ വേണം, അതിന് റോളില്ല എന്നല്ല, പക്ഷേ അതിൻ്റെ കൂടെ ഈ അഡിക്ഷൻ ഉള്ള ഒരാളിൽ അവരുടെ തലച്ചോറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവരുടെ റിവാർഡ് പാത്വേസിൽ, അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾ, ഇമ്പൾസ് കൺട്രോൾ, അങ്ങനെ അതെല്ലാം ബാധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പലപ്പോഴായിട്ടും ഈ രോഗികൾക്ക് നിർത്തണമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ നിർത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെയാണ് ഈ ചികിത്സ, പിന്തുണ, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെയധികം ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാരണം ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു ആൾ പൂർണ്ണമായിട്ടും ഒരു മോശമായിട്ടുള്ള ഒരാളാണ് എന്ന് നമുക്ക് മുദ്രകുത്താനായിട്ട് പറ്റത്തൊന്നുമില്ല. നമ്മൾ അവരുടെ സ്വഭാവം, ആ ഒരു ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്വഭാവം മാത്രമാണ് കാണുന്നത്, ന്യായീകരിക്കുകയല്ല. പക്ഷെ ആ ഒരു ടൈമിലുള്ള സ്വഭാവമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതിന് പുറകിലുള്ള ജനറ്റിക്കലി ഒരുപാട് കാര്യങ്ങളുണ്ട്, പിന്നെ മാനസികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവരുടെ ചുറ്റുപാടും അവരെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോവുകയാണ്. അപ്പോൾ ഇതുകൂടെ ശരിക്കും ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകത്തുള്ളൂ. മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ചെറുപ്പകാലം മുതലേ കേൾക്കുന്ന കാര്യമാണ്, ഇപ്പം ഈ ഡ്രഗ്സ് നല്ലതല്ല, ആരും ഉപയോഗിക്കാൻ പാടില്ല. സ്കൂളിലാണെങ്കിൽ ഇപ്പം ഈ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വരെ ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ തൂഫാൻ ഇപ്പം നമ്മുടെ കേരളം ഒട്ടാകെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസുകളിലാവട്ടെ, സിനിമകളിലാവട്ടെ, എല്ലായിടത്തും നമ്മളിപ്പോൾ ഈ ഡ്രഗ്സ് മോശമാണ് എന്ന് കേൾക്കുന്നതല്ലാതെ നല്ലതാണെന്ന് എവിടെയും ആരും പറയുന്നില്ല. എന്നിട്ടും
പിന്നെയും നമ്മൾ ആൾക്കാർ ഇതിൻ്റെ പുറകെ പോകുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? അത് വിവരക്കുറവാണോ? അല്ലെങ്കിൽ ഇപ്പം ഈ പുതിയ തലമുറ തന്നെ എടുത്തു നോക്കുക. അവർക്കെല്ലാവർക്കും ഇപ്പോൾ ഈ ചെറിയ പ്രായം മുതൽ തന്നെ അവർക്കെല്ലാം ഈ ഡ്രഗ്സിൻ്റെ മോശം കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പം എന്താ ഈ എന്താണ് ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം ജസ്റ്റ് ഒരു ക്ലിക്ക് അപ്പുറത്താണ് അല്ലേ? ഈ ഇൻഫർമേഷൻ കിട്ടാൻ ഇപ്പം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പിന്നെയും ആൾക്കാർ ഇതിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നത്? എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നം അങ്ങനെ വിവരമില്ലായ്മയുടേത് മാത്രമല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇൻഫർമേഷൻ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉണ്ട്. ഈവൻ നമുക്കൊരു സംശയം തോന്നിയിട്ട് ഒരു കൗമാരക്കാരൻ്റെ അടുത്ത് ലഹരിയുടെ ദുശ്വാസങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയുന്നതിനെക്കാട്ടിയും വൃത്തിക്ക് അവൻ നമ്മളോട് പറഞ്ഞു തരാൻ ഉള്ള മാർഗങ്ങളുണ്ട്. അപ്പം എന്താ പറയുക, വിവരമില്ലായ്മയുടെ ഒരു പ്രശ്നമല്ല ഇത്. ഇപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം ശരിക്കും ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫങ്ഷനിങ്ങിനെ ബാധിക്കും, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് നല്ലതല്ല, പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിട്ടും ആൾക്കാർ ഇതൊക്കെ തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഒരു യുക്തി ഉപയോഗിച്ച് മാത്രമല്ല, അതിനോട് അനുബന്ധിച്ച് തന്നെ ഇമോഷൻസ്, പിന്നെ അന്നത്തെ സാഹചര്യം, പിന്നെ കൂട്ടുകാരുടെ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ചുറ്റുപാടുള്ള സമ്മർദ്ദം, ഇതെല്ലാം കൂടിച്ചേർന്നിട്ടാണ്, അതിനൊപ്പം യുക്തി ഉണ്ടാവും. അപ്പം ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടാണ് ശരിക്കും ഒരു ശരാശരി മനുഷ്യർ. അതുകൊണ്ടാണ് ഈ പ്രിവെൻഷൻ എന്ന് പറയുന്നത് പലപ്പോഴായിട്ടും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനും ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റുമൊക്കെ ആയിരിക്കും. പക്ഷെ കുറച്ചുകൂടെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതായത് ഈ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക്, അവർക്ക് ഇത് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? അതായത് അവരെ വിധിക്കപ്പെടാതെ, ജഡ്ജ് ചെയ്യാതെ അവർക്ക് തുറന്ന് ഈ കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടോ? അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹോബീസ് ഉണ്ടോ? അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള എന്തെങ്കിലും കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള അതിനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം മുതിർന്നവരോ ടീച്ചറോ പാരൻസോ ഗാർഡിയൻസോ ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവർക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സ്കൂളിൽ വെച്ച് എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അവർക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന അധ്യാപകരുണ്ടോ? ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പ്രിവെൻഷന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു ഘടകം എനിക്ക് തോന്നിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട, എന്നാൽ അത്രയും ലൗഡായിട്ട് നമ്മളിത് കേൾക്കാത്ത ഒരു പോയിൻ്റാണിത്. ശരിയാ, അത് വളരെ നല്ലൊരു പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ശരിക്കും ഒരു പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ്സിനെ മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും മനുഷ്യരെയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കാണേണ്ടതാണ്. അതായത് ഒരു കുട്ടി ഇപ്പോൾ ഒരു പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ തയ്യാറാവുന്ന ആൾക്കാർ ചുറ്റുപാടുണ്ടാവണം. ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ആ പ്രശ്നത്തെപ്പറ്റി കേട്ട് അതിന് ചികിത്സ ഉറപ്പാക്കുകയും കൂടെ വേണം. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരു നല്ലൊരു ഹോബി ഉണ്ടാക്കാൻ ഉള്ള ഒരു സാഹചര്യം പോലും ഇല്ല. മറിച്ച് ഇപ്പം പുറത്ത് പോയി കളിക്കാനാണെങ്കിൽ പോലും സുഹൃത്തുക്കൾ ആരും പുറത്തേക്ക് പോകുന്ന കുട്ടികൾ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക, എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ പോലും ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇത് ശരിക്കും ഭംഗിയായിട്ട് നമ്മുടെ റീസെൻ്റ്ലി ഇറങ്ങിയ വാഴ 2 എന്ന് പറയുന്ന മൂവിയിൽ അൽഫോൺസ് പുത്രൻ്റെ ഒരു സീനുണ്ട്. അതിൽ നന്നായിട്ട് ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ശരിക്കും എടുത്ത് ചർച്ച ചെയ്യുന്നൊരു സീനുണ്ട് അവിടെ. അപ്പോൾ ശരിക്കും ഈ കാര്യങ്ങളെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാലേ അതിനെ പ്രിവെൻഷൻ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെറും ഡ്രഗ്സ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ശരിക്കും ഈ എല്ലാ കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് വേണം നമുക്കതൊരു പ്രിവെൻഷൻ എന്നുള്ളത് വിളിക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ശരിക്കും ഓപ്പറേഷൻ തൂഫാൻ പോലത്തുള്ളൊരു പ്രോഗ്രാം മാത്രം മതിയോ ഈ ലഹരിക്കൊരു തടയിടാനായിട്ട്? നമ്മൾ രണ്ടാളും സമ്മതിച്ചൊരു കാര്യമാണ്, ഓപ്പറേഷൻ തൂഫാൻ വളരെ നിർണായകമായിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെയാണ്. അതിൻ്റെ സപ്ലൈ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പക്ഷേ അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ശരിക്കും ഈ ഒരു ലഹരി നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ജസ്റ്റ് ഒരു മേഖല മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല, അത് പല കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പോലീസുകാർ അവരുടെ ജോലി ചെയ്യണം, ആരോഗ്യ മേഖല അവരുടെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കണം, പിന്നെ സ്കൂളുകൾ, പിന്നെ രക്ഷിതാക്കൾ, സമൂഹം, ഇവരെല്ലാവരും അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് വന്നാൽ മാത്രമേ നമുക്ക് ലഹരിക്കൊരു പൂർണ്ണമായിട്ടുള്ളൊരു സ്റ്റോപ്പ് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു സൈക്കാട്രിസ്റ്റ് എന്നുള്ള നിലയിൽ ശരിക്കും നമുക്ക് എന്താണ്
ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാൻ പറ്റുക? ഒരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ ലഹരിക്കെതിരെയാണ് പോരാടേണ്ടത്, ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യന്മാർക്കെതിരെയല്ല. കാരണം ഇപ്പം നിൻ്റെ ഒ പിയിൽ വരുന്ന ഒരുപാട് രോഗികൾ, അവരെല്ലാവർക്കും ഒരൊറ്റ ദിവസം കൊണ്ട് ഈ അവസ്ഥയിലെത്തുന്നവരല്ല ആരും. അവരുടെ എല്ലാം ജീവിതത്തിലെ ചില തെറ്റായ സാഹചര്യങ്ങളും തെറ്റായ തീരുമാനങ്ങളും ഈ വേദനകളും അങ്ങനെ ഒഴിച്ചുകൂടാനാവാത്ത ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോയി നമ്മുടെ മുമ്പിൽ എത്തുന്നവരാണ്. അതുകൊണ്ട് സമൂഹം സുരക്ഷിതമാവണമെങ്കിൽ നമ്മൾ ഈ മയക്കുമരുന്ന് പിടിച്ചെടുത്താൽ മാത്രം പോരാ. അപ്പോൾ അവിടെ അവർ പോകാനുള്ള ഇതിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കുകയും കൂടെ വേണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ല കുടുംബ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. മാനസികാരോഗ്യ പ്രവർത്തന കേന്ദ്രങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കത് തുറന്ന് പറയാനുള്ള ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ചികിത്സ തേടാനുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ ഈ കാര്യങ്ങൾ കൂടെ ഈ മേഖലകളിലേക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റായിട്ട് നമുക്കിത് തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ചയുടെ ഒരു ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. അതായത് നമ്മൾ പലപ്പോഴും ലഹരിയെപ്പറ്റി കേൾക്കുമ്പോൾ നമ്മൾ പിടിച്ചെടുത്ത കിലോകളും അറസ്റ്റ് ചെയ്യപ്പെട്ട നമ്പറുകളുമാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. പക്ഷേ ഈ ഓരോ നമ്പറിന് പിന്നിലും ഓരോ മനുഷ്യരുണ്ട്, ഓരോ കുടുംബമുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ പ്രതിരോധം എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിന് ലഹരിക്കെതിരായ ഒരു പോരാട്ടം എന്ന് പറയുമ്പോൾ ലഹരി എന്നുള്ളൊരു വസ്തുവിനെ പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ചികിത്സയ്ക്കും പ്രതിരോധത്തിനും ഈക്വലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട്. കാരണം ലഹരിയെ അവസാനിപ്പിക്കാൻ നിയമം മാത്രം മതിയാവില്ല. അതായത് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മനുഷ്യരെ മനസ്സിലാക്കുവാനും കൂടെ ശ്രമിച്ചാലേ ശരിക്കും ഇതിന് പൂർണ്ണമായിട്ടും ഒരു അവസാനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ സൈക്യാട്രി ഡ്യൂയോയുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തേണ്ടതാണ്. സോ until next time, this is Psychiatry Duo signing off.